ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്ത് കൊമ്പുവക്കൽ എന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു ചികിത്സ നബിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന രൂപത്തിൽ അദ്ദേഹം അത് നിർവഹിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നോമ്പുകാരനായിരിക്കെ നിങ്ങൾ എന്തിനാണ് ഈ കൊമ്പുവക്കൽ ചെയ്തത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എന്റെ ഹദീസ് ക്രോഡീകരണത്തിലെ 10,000 ഹദീസുകളുണ്ട് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ. അതിലെ എല്ലാ ഹദീസുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള ഒന്നായിരുന്നു ഇത്. നോമ്പുകാരനായിരിക്കെ ഇഹ്തജമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സായിം, നോമ്പുകാരനായിരിക്കെ നബി കൊമ്പുവെച്ചു എന്ന ഒരു ഹദീസുണ്ട്. അത് ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഹദീസിനെ ഞാൻ ഇത്തിബാ ചെയ്തതാണ്, പ്രവാചകനെ ഞാൻ പിന്തുടർന്നതാണ് എന്നതിന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങളെല്ലാം, നബി പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അതുപോലെ പിന്തുടരാൻ, അതുപോലെ അനുസരിക്കാൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ നന്നായി പരിശ്രമിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ അതാണ്. എത്രത്തോളം നബിയെ ഒരു വാക്കിൽ പോലും നബിക്കെതിരാകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടി കൊടുത്ത്, പതാക കൊടുത്ത്, സൈന്യത്തിന്റെ പതാക കൊടുത്ത് നബി പറഞ്ഞു, നീ മുന്നോട്ട് പോവുക, വല തൽതഫിത്, തിരിഞ്ഞു നോക്കരുത്. ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറു ലക മിനദ് ദുനിയ വമാ ഫീഹാ, നീ കാരണം ഒരാൾ ഹിദായത്തിലായാൽ ഈ ലോകവും അതിനുള്ളത് മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണത്. അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയി നബിയോടൊരു ചോദ്യം ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ച രീതി ഹദീസിൽ കാണാം, വലം യൽതഫിത്, അദ്ദേഹം പിന്നോട്ട് തിരിഞ്ഞു നോക്കിയില്ല. നീ തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് പോവുക. അതാണ് പ്രവാചകന്റെ വാചകം. കുറച്ചു കഴിഞ്ഞ് നബിയോടൊരു കാര്യം ചോദിക്കുമ്പോ പുറകിലേക്ക് തിരിയാതെ നബി പറഞ്ഞ വാക്ക് അതുപോലെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ചോദിച്ചു, അലാ മൗഖാത്തിൽ യാ റസൂലല്ലാഹ്, ഞാൻ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഔന്നിത്യത്തിന് വേണ്ടി എന്ന് പ്രവാചകൻ മറുപടി കൊടുത്തു.
ഞാൻ പറഞ്ഞത് വലതൽ തഫിത് എന്ന് പറഞ്ഞപ്പോ വലമ്മിൽ തഫിത്, നീ തിരിഞ്ഞു നോക്കരുത്. അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയില്ല. നബിയുടെ ജീവിതത്തെ അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത്. നബിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താ? നബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി ചെയ്ത കാര്യങ്ങളെ, നബി പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തലാണ്. നമ്മൾ നോക്കൂ, പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആരാധനകളിൽ നിന്ന്, മുആമലാത്തുകളിൽ നിന്ന്, ഇടപാടുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർ അതൊക്കെ പ്രത്യേകം ക്രോഡീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ പഠിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇപ്പൊ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ക്രോഡീകരിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്നെന്തറിയോ? അഹബ്ബുൽ മഹബൂബാത്തി ഇലൈഹി അസ്വലാത്ത്. നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാധന തന്നെ നിസ്കാരമായിരുന്നു. നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാ, ഇബാദത്ത് ഏതാണ്? നമസ്കാരമാണ്. പ്രവാചകന്റെ ഹദീസ് കാണാം, വജുഇല ഖുർറതു ഐനി ഫിസ്സലാത്ത്. എന്റെ കൺകുളിർമ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് നമസ്കാരത്തിലാണ്. നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിസ്കരിക്കണം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ട്, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാത്ത്, നീ ഇഖാമത്ത് കൊടുക്ക്, എന്നിട്ട് നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശ്വാസം പകരും. നിസ്കരിക്കാൻ മടിയാണോ നമുക്ക്? നിസ്കരിക്കാൻ അലസതയാണോ നമുക്ക്? മടിച്ചാണോ നമസ്കാരത്തിലേക്ക് നമ്മൾ എത്തുന്നത്? അത് പ്രവാചകന്റെ രീതിയല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം, പരലോകത്ത് ആദ്യം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന കർമ്മം, നമസ്കാരത്തിന്റെ വിചാരണ ഒരാൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ അയാൾ വിജയിച്ചു. നമസ്കാരത്തിന്റെ വിചാരണയിൽ ഒരാൾ പരാജയപ്പെട്ടാൽ അയാൾ പരാജയപ്പെട്ടു. അപ്പോ ജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, നമസ്കാരത്തിലാണ് പ്രവാചകന്റെ കൺകുളിർമ. നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം നമ്മൾ പഠിക്കുമ്പോൾ നമസ്കാരമാണ്. ഇനിയോ എങ്ങനത്തെ നിസ്കാരമാണ്, എങ്ങനത്തെ ആരാധനകളാണ് നബിക്ക് ഇഷ്ടം? 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. അതിൽ പിന്നെ വേറൊരു നിലക്കുള്ള ഒഴിവാക്കലും എടുക്കലും ഇല്ലല്ലോ. പൂർണ്ണമായി നമുക്ക് എടുക്കണം. അല്ലാത്ത ഐച്ഛികമായ തത്വമായ സുന്നത്തായത് നമ്മൾ പറയാറുള്ള ധാരാളം കർമ്മങ്ങളുണ്ട്. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്യുന്നതാണ് ഇഷ്ടം. ഒരാൾ ദുഹ നിസ്കരിക്കാം, ദുഹ 2ൽ കൂടുതൽ നിസ്കരിക്കാം. പക്ഷെ എല്ലാ ദിവസവും 2 റക്അത്ത് ആണ് നിർവഹിക്കാൻ ഒരാൾക്ക് കഴിയുന്നെങ്കിൽ അയാൾ 4 നിസ്കരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം എല്ലാ ദിവസവും 2 നിസ്കരിക്കുന്നതാണ്. ഒരാള് രാത്രി നമസ്കരിക്കാണ്, അയാൾക്ക് എല്ലാ ദിവസവും രാത്രി 3 റക്അത്ത് നമസ്കരിക്കാനാണ് പറ്റുന്നതെങ്കിൽ, തഹജ്ജുദോ വിത്രോ ആയിട്ട് നിസ്കരിക്കാൻ കഴിയുന്നെങ്കിൽ അയാളെ 3 നിസ്കരിച്ചാൽ മതി. എപ്പോഴെങ്കിലും 7, 9, 11 ഒക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം, പ്രവാചകന് ഇഷ്ടം ഏതാണ്? സ്ഥിരമായി ചെയ്യുന്നത്. ഹദീസ് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, അഹബ്ബുസ് സ്വലാത്തി ഇലൻ നബി മാ ദൂവിമ അലൈഹാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം പതിവായി ചെയ്യുന്നതായിരുന്നു. വകാന ഇദാ സ്വല്ലാ സ്വലാതൻ ദാവമ അലൈഹാ. പ്രവാചകൻ ഐച്ഛിക നമസ്കാരം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് സ്ഥിരമായി ചെയ്യും, പതിവായി ചെയ്യും. അതുകൊണ്ട് ഐച്ഛിക നമസ്കാരങ്ങൾ ഉണ്ടാകണം. അതൊരൽപ്പം കുറഞ്ഞു പോയാലും അത് സ്ഥിരമായി ചെയ്യണം. വേറെ റിപ്പോർട്ടിൽ കാണാം, അയ്യുൽ അമലി കാന അഹബ്ബ ഇലൻ നബി. നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതായിരുന്നു? ആയിഷ ബീവി പറയാണ്, അദ്ദായിം, പതിവായി ചെയ്യുന്നതാണ് നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്ഥിരമായി ചെയ്യുന്ന നമസ്കാരങ്ങൾ, സ്ഥിരമായി ചെയ്യുന്ന ഏതൊരു അമലും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. വേറൊന്ന്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, കാന യുഹിബ്ബു അൻ യുസല്ലി ഹൈസു അദ്റകതുഹു സ്വലാത്ത്. എവിടെ വെച്ചാണോ നമസ്കാരത്തിന്റെ സമയമായത് അവിടെ വെച്ച് നമസ്കരിക്കുക. ഇതായിരുന്നു നബിക്ക് ഇഷ്ടം. അപ്പോ വലിയ യാത്രകളിലായിരിക്കുമ്പോ നമസ്കാരത്തിന്റെ സമയമായ ഉടൻ യാത്ര അവസാനിപ്പിക്കും, നമുക്ക് നിസ്കരിക്കാന്ന് പറയും. നമ്മളൊക്കെ ശീലിക്കേണ്ട ഒരു ശീലമാണ്, ഒരു ജീവിത രീതിയാണത്, അല്ലേ? അറബ് ലോകത്തുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയും, ഒരിക്കൽ എന്താണ് വെള്ളം കൂടി വേണ്ട. ചില ആൾക്കാർ വിമർശനത്തോടുകൂടി കൂടി പറയാം, മണലിനെ തയമം ചെയ്യുന്ന അവിടെ മുസല്ല നിസ്കരിക്കാൻ വിരിക്കോടെ നിസ്കരിക്കും. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട രീതിയാണ്. നമ്മൾ ബസ്സിലാണ്, നമ്മൾ ട്രെയിനിലാണ്. നമ്മുടെ നാട്ടിലെ രീതി എന്താ? ളുഹറും അസറും മഗ്രിബും ഇശാവും കൂടി രാത്രി നിസ്കരിക്കുന്ന രീതിയാണ്. ഇസ്ലാമികമായ രീതിയേ അല്ല.
ഖളാ ഒരു സംവിധാനമേ ഇസ്ലാമിലില്ല. ഖളാ വീട്ടാറുണ്ട് ഒരു പരിപാടി ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. ഒരാൾ സുബഹിന് ഉറങ്ങിപ്പോയി, ഉണരുമ്പോൾ അയാളുടെ അതാ അപ്പോഴാണ്, അപ്പം നിർവഹിക്കണം. ബാങ്ക് കൊടുക്കുന്നതിന് നമസ്കരിക്കാൻ പറ്റുമോ? ളുഹറിന്റെ സമയം എപ്പോഴാണ്? ളുഹറിന്റെ സമയം സൂര്യൻ മധ്യത്തിൽ നീങ്ങിയത് മുതൽ. ഇപ്പൊ നമുക്ക് വാച്ച് നോക്കി സമയം മനസ്സിലാക്കിയാൽ മതി. ആ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ളുഹറിന്റെ നമസ്കാരം സമയമായിട്ടില്ല എന്നതുപോലെ ളുഹറിന്റെ സമയം കഴിഞ്ഞാൽ ളുഹറിന്റെ സമയം അവസാനിക്കും ചെയ്തു. 12:35 ബാങ്കെങ്കിൽ 34-30 12:15 നമസ്കരിക്കാൻ പറ്റൂലല്ലോ, സമയാവണ്ടേ. അസറിന്റെ സമയമായ ളുഹറിന്റെ സമയം അവസാനിച്ചു. പിന്നെ ളുഹർ നിസ്കാരമില്ല. ഞാൻ പറയുന്നത് ഒരാൾ മറന്നുപോയാലോ ഓർമ്മ വരുമ്പോഴാണ് അയാളുടെ അദാഇന്റെ സമയം, നമസ്കാരം നിർവഹിക്കേണ്ട സമയം. ഒരാൾ ഉറക്കത്തിൽ പെട്ടുപോയാലോ അയാൾക്ക് ഉണരുമ്പോഴാണ് അയാളുടെ സമയം. മറവിക്കാരനിൽ നിന്ന് ഉറക്കത്തിൽ പെട്ടുപോയവൻ അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനല്ല. പിന്നെ നമുക്ക് നൽകപ്പെട്ട ഇളവെന്ന ജംഅക്ക് നമസ്കരിക്കാം. ളുഹർ ബാങ്ക് കൊടുത്തിട്ട് യാത്ര തുടങ്ങുകയാണ്, മഗ്രിബാകും യാത്ര അവസാനിക്കാൻ, ളുഹറും അസറും കൂടി ളുഹറിന്റെ നമസ്കരിക്കാം. അതല്ലെങ്കിൽ ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് യാത്ര തുടങ്ങി അസർ ബാങ്ക് കൊടുത്തിട്ട് അവിടെ എത്തുള്ളൂ, രണ്ടും കൂടി അസറിന്റെ നേരം നമസ്കരിക്കാൻ ജംഅക്ക് നമസ്കരിക്കുക. സാമാന്യം ഒരുങ്ങി പുറപ്പെട്ടു പോകുന്ന ഒരു യാത്രയാണെങ്കിൽ യാത്രക്ക് ഇടയിൽ എവിടെങ്കിലും ഇറങ്ങി നമസ്കരിക്കുകയാണെങ്കിൽ ളുഹറും അസറും ഈ 2 റക്അത്തുകളാക്കി ജംഅ ചെയ്ത് നമസ്കരിക്കാം. ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കാം, അത് ഈ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഇതൊക്കെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട സംഗതികളാണ്. മഗ്രിബും ഇശാഉം പരസ്പരം ജംഅ ചെയ്യാം. അസറും മഗ്രിബും തമ്മിൽ ജംഅ ചെയ്യാൻ പറ്റൂല. സുബ്ഹ് ഒന്നിനോട് ജംഅ കൂട്ടി നമസ്കരിക്കാൻ പറ്റൂല. ഒന്നുകിൽ മഗ്രിബിന്റെ നേരത്തെ നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇശാഇന്റെ നേരത്തെ നിസ്കരിക്കാം. യാത്രക്കിടയിലാണെങ്കിലോ ഇശാ 4 നമസ്കരിക്കേണ്ടതില്ല, 2 നമസ്കരിച്ചാൽ മതി. ഇത് അള്ളാഹു നൽകിയ ഇളമാണ്, ഇത് നടപ്പിലാക്കാം. അതല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം ഇനി ഒരാൾ ളുഹറിന്റെ മുമ്പ് യാത്ര തുടങ്ങി, മഗ്രിബ് കഴിഞ്ഞ് യാത്ര അവസാനിക്കുള്ളൂ, അതിന്റെ ഇടയിൽ യാത്ര അവസാനിക്കുള്ളൂ, ട്രെയിനിലാണ്, പള്ളിയിൽ നിർത്തണം, നിസ്കരിക്കണം എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പൊ എന്താ ചെയ്യാ? ട്രെയിനിൽ നമസ്കരിക്കുക. വെള്ളം ഒന്നുണ്ടാക്കാൻ വെള്ളമില്ല, തയമ്മും ചെയ്യുക. എവിടെയാണോ നമുക്ക് കൈയടിക്കാൻ പറ്റുന്നത് തയമ്മും ചെയ്യുക എന്നത് പണ്ടൊക്കെ ആളുകൾ പറഞ്ഞത് കിണറിന്റെ ഉള്ളിൽ നിന്ന് മണ്ണെടുക്കണം എന്നാണ്. എന്താ അത് മാത്രമാണ് വൃത്തിയുള്ള മണ്ണ്, അങ്ങനൊന്നുമില്ല. നജസ് കണ്ടതേ നജസുള്ളൂ, അല്ലാത്തതെല്ലാം വൃത്തിയുള്ളതാണ്. അത് അടുത്തൊരു ഹദീസിൽ അത് പറയാം. എവിടെയാണോ നമുക്ക് തയമ്മും കൈയടിക്കാൻ പറ്റുന്നത് അവിടെ കൈയടിച്ച്, അല്ലേ, ഇടത് കൈ കൊണ്ട് വലത് കൈയിന്റെ പുറത്തും വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ പുറത്തും മുഖവും ഒരു വട്ടം തടവിയാൽ തയമ്മുമായി. കൈ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊട്ടുകയോ അല്ലെങ്കിൽ ഊതുകയോ ചെയ്യാം. മണ്ണ് ഒഴിവാക്കാം, മണ്ണ് വെച്ച് തേക്കലല്ലോ തയമ്മം. അപ്പോ ട്രെയിനിൽ എങ്ങനെ ഇരുന്നാണോ അങ്ങനെ നിസ്കരിക്കാം, ഫ്ലൈറ്റിൽ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നമസ്കരിക്കുക. ഒരു ഹദീസ് കാണാം, ഞങ്ങള് സ്വഹാബത്തിന്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോ ഞങ്ങള് നബിയോടൊപ്പം ഇങ്ങനെ പോകുമ്പോ അസറിന്റെ സമയമായി, ഞങ്ങൾ എല്ലാവരും നിസ്കരിക്കാൻ നിന്നു. അപ്പൊ നബി കുറച്ച് പിന്നിലാണ്. ഞങ്ങൾ ഇങ്ങനെ ഒതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ നബി വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറയാം. നിങ്ങളുടെ മടമ്പുകാലുകൾക്ക് നരകത്തിൽ നിന്നും നാശം. 3 തവണ നബി അത് ആവർത്തിച്ചു. ഒതുണ്ടാക്കുമ്പോ കാലിന്റെ പിൻഭാഗം നനയണം എന്ന് നബി ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്താം. ഹദീസിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യം എന്താ? അസറിന്റെ നേരായപ്പോ പിന്നെ യാത്ര നബി അവിടെ നിർത്തി നമസ്കരിക്കുകയാണ്. എവിടെ വെച്ചാണോ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മുടെയൊക്കെ നമസ്കാരം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനുള്ളൊരു മാർഗം കൂടിയാണ്. ഏറ്റവും ആദ്യത്തെ നിസ്കരിക്കാൻ കിട്ടുന്ന സമയം ഏതാണോ സൗകര്യം അത് ഉപയോഗപ്പെടുത്തുക. ബൈക്കിൽ ഇങ്ങനെ പോവാണ്, അപ്പോ ബാങ്ക് വിളിച്ചു, അടുത്ത പള്ളിയാകട്ടെ എന്ന് വിചാരിച്ചാൽ അതങ്ങനെ പോവും. ആദ്യത്തെ അവസരം എവിടെയാണോ അത് ഉപയോഗപ്പെടുത്തിയാൽ അത് നമുക്ക് കറക്റ്റ് കിട്ടും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യാത്രയിലൊക്കെ സ്ഥിരമായ ഉപജീവനം, കച്ചവടാവശ്യാർത്ഥം, മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഫീൽഡിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ളുഹർ നിസ്കരിക്കാൻ തിങ്കളാഴ്ച ഇന്ന വഴിയാണ്, അപ്പൊ ളുഹർ ഇന്ന പള്ളിയിൽ, അസർ ഇന്ന പള്ളിയിൽ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്കത് എല്ലാം കൃത്യമായി നിർവഹിക്കപ്പെട്ടു പോകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നേരത്തെ പറഞ്ഞു മരുഭൂമിയിലാണ് നമസ്കരിച്ചിരുന്നത്. പ്രവാചകന്റെ ഉമ്മത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമായി നബി പഠിപ്പിച്ച കാര്യം മണ്ണിനെ നിസ്കരിക്കാനും ശുദ്ധീകരിക്കാനുമുള്ള ഒരു കാര്യമായി അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതാണ്. വെള്ളമില്ലെങ്കിൽ മണ്ണുകൊണ്ടാണ് തയമ്മം ചെയ്യാം. ഒരാൾക്ക് കുളി നിർബന്ധമായി, ജനാപത്തുകാരനായി. ഒരു സ്ത്രീ ആർത്തവത്തിൽ നിന്ന് വിരമിച്ചു, കുളിക്കാൻ വെള്ളമില്ല, എന്താ ചെയ്യാ? തയമ്മം ചെയ്യുക. ഉദു എടുക്കാൻ വെള്ളമില്ല, മുറിവാണ്, അല്ലെങ്കിൽ രോഗമാണ്, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, എന്താ വേണ്ടത്? തയമ്മം ചെയ്യുക. നമുക്ക് എന്തെല്ലാം ഇളവുകളാണ് ഇസ്ലാമിലുള്ളത്. കാലുറ സോക്സ് ധരിച്ചു, ഉദു എടുത്തതിന് ശേഷമാണ് സോക്സ് ധരിച്ചതെങ്കിൽ നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഉദുണ്ടാക്കുമ്പോൾ സോക്സ് അയക്കണം. വലതു കൈ കൊണ്ട് സോക്സിന്റെ വലതുകാലിന്റെ മുകൾ ഭാഗവും ഇടത് കൈ കൊണ്ട് ഇടതുകാലിന്റെ മുകൾ ഭാഗവും ഒന്ന് തടവിയാൽ മതി. അല്ലേ? യാത്രക്കാരന് 3 ദിവസം അങ്ങനെ ചെയ്യാം. എല്ലാ നിലക്കും മതം പരിഗണന നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താതെ പലപ്പോഴും നമസ്കാരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുകയാണ് ആളുകൾ ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മുടെ വാഹനത്തിലാണോ അവിടെ നമുക്ക് നമസ്കരിക്കാം, നമ്മുടെ ഫാക്ടറിയിലാണോ, ജോലി സ്ഥലത്താണോ, നമ്മുടെ തൊഴിലിടത്തിലാണോ, എവിടെയാണെങ്കിലും നമുക്ക് നമസ്കരിക്കാൻ ഒരു മുസല്ല പോലും ആവശ്യമില്ലെന്നാണ്. അങ്ങനത്തെ കണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ധരിച്ച വസ്ത്രത്തിൽ മണ്ണുണ്ട്, അത് നജസല്ല. നജസ് എണ്ണപ്പെട്ടതാണ്. മലവും മൂത്രവും രക്തവും ചലവും ഛർദിച്ചതുമൊക്കെയാണ് നജസ് എന്ന് പറയുന്നത്. അതല്ലാത്ത നജസല്ല. ഒരൽപ്പം ഓയിൽ ഡ്രസ്സിലായിട്ടുണ്ട്, വർക്ക്ഷോപ്പിലാ ജോലി, അയാൾക്ക് നമസ്കാരത്തിൽ ഇളവില്ല, വിട്ടുവീഴ്ചയില്ല, ഒഴിവാക്കാൻ പാടില്ല. ആ ഡ്രസ്സുണ്ടെങ്കിൽ അത് വെച്ച് നമസ്കരിക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത്, എവിടെയാണോ നബിക്ക് നമസ്കാരം കിട്ടിയിരുന്നത്, ബാങ്ക് വിളിച്ച് അവിടെ തന്നെ നബി നമസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. വേറൊന്ന് സുന്നത്ത് നിസ്കാരം നബി വീട്ടിൽ നിസ്കരിക്കലാണ് നബിക്ക് ഇഷ്ടം. വീട്ടിൽ ആരാധനകൾ ഉണ്ടാകണം. ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ വീടുകളെ ഖബർസ്ഥാനാക്കരുത്, വീട്ടിൽ നിങ്ങൾ ഖുർആൻ ഓതണം. ഖബർസ്ഥാനിൽ ഖുർആൻ ഓത്തില്ല, ഖബറും പുറത്ത് ഖുർആൻ ഓത്തില്ല. നമ്മുടെ നാട്ടിൽ ഖബറടക്കി അവിടെ തബാറക്ക് ഓതും. പണ്ട് ഇഖ്ലാസും മുഹബ്ബത്തിനെ ഓതിയിരുന്നത്. ഇപ്പൊ അതിനു മുമ്പ് ഖത്തം തീർത്തിരുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഖബർസ്ഥാൻ ഖുർആൻ ഓതാനുള്ളതല്ല. നബി പറഞ്ഞു, നിങ്ങൾ വീടുകളെ മഖ്ബറകളാക്കരുത്, ഖബറിടങ്ങളാക്കരുത്. നിങ്ങൾ വീട്ടിൽ ഖുർആൻ പാരായണം നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചു. വീട്ടിൽ നമസ്കാരം ഉണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹദീസ് കാണാം, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമാ അഫ്ളൽ അസ്സലാത്തു ഫീ ബൈതി അവി സ്വലാത്തു ഫിൽ മസ്ജിദ്. ഏതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രവാചകരെ? എന്റെ വീട്ടിൽ നിസ്കരിക്കലാണോ പള്ളിയിൽ നമസ്കരിക്കലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാ തറ ഇലാ ബൈതി ما أقربه من المسجد فلنصلي في بيتي أحب إلي من أن أصلي في المسجد إلا أن تكون صلاة مكتوبة. എന്റെ വീട് നീ കണ്ടിട്ടില്ലേ? പള്ളിയോട് എത്ര അടുത്താണ്? നബിയുടെ പള്ളിന്റെ ചുമരും ആയിഷ ബീവിന്റെ വീടും ഒന്നാണ്, ഒറ്റ ചുമര. പക്ഷെ എന്നിട്ടും നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ, നിർബന്ധ നമസ്കാരം പുരുഷന്മാർ പള്ളിയിലാണ് നിർവഹിക്കേണ്ടത്, നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെയുള്ളത് ഞാൻ എന്റെ വീട്ടിൽ വെച്ചല്ലേ നമസ്കരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐച്ഛികമായ നമസ്കാരങ്ങളെല്ലാം വീടുകളിൽ വെച്ച്. അപ്പൊ സുന്നത്ത് നമസ്കാരം സുന്നത്ത് വീട്ടിലെത്തൂല, നമ്മൾ മറന്നുപോകും, അല്ലെങ്കിൽ ഇത് മടി പിടിക്കുമെന്ന് തോന്നിയാലോ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചു പോവുക. അതല്ലെങ്കിൽ ഐച്ഛികമായ തതവ്വുആയ നമസ്കാരങ്ങൾക്ക് ഏറ്റവും നല്ലത് വീടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. വേറൊന്ന്, സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അത് പരമാവധി നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. സുന്നത്തുൽ ഫജ്ർ, അതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്താണ്? അന്നഹു ഖാല ഫീ ശഅനി റക്അതൈനി ഇന്ന തുലൂഇൽ ഫജ്ർ. സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅ. ഈ ദുനിയാവിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം സുബ്ഹിന്റെ 2 റക്അത്ത് റവാത്തിബ് നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അത് ഏറെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്ഥിരമായി കൊണ്ടുവരേണ്ട ഒരു കർമ്മമായി നമ്മൾ കൊണ്ടു നടക്കണം, നിലനിർത്തി പോരാൻ ശ്രമിക്കണം. വേറൊന്ന്, ഇശാ നമസ്കാരം വൈകിപ്പിക്കുക എന്നത്. ജമാഅത്താവുമ്പോൾ അതിനൊരു സമയം ഉണ്ടാകും, അപ്പൊ ആ സമയത്താണ് നിർവഹിക്കേണ്ടത്.
അതല്ല എങ്കിൽ ഇശാഇനെ സംബന്ധിച്ചിടത്തോളം വൈകിപ്പിച്ച് നമസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്നു. അബീ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തഹിബ്ബു അൻ യുഅഖിറൽ ഇശാ. ഇശാ വൈകിപ്പിച്ച് നമസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ലൗലാ അൻ അശ്ഖ അലാ ഉമ്മത്തി ലഅമർതുഹും അൻ യുഅഖിറു അൽ ഇശാ ഇലാ സുൽസിൽ ലൈൽ ഔ നിസ്ഫഹു. രാത്രിയുടെ വളരെ വൈകിയുള്ള ഒരു സമയത്തേക്ക്, ഒരു അർദ്ധരാത്രിയോട് തൊട്ട് മുമ്പുള്ള സമയം വരെ ഇശാ നമസ്കാരം വൈകിപ്പിക്കാൻ എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അവരെ അതവർക്ക് നിർബന്ധമാക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇശാഇന്റെ സമയം ജമാഅത്താണെങ്കിൽ ജമാഅത്താണ് അതിന്റെ സമയം. അതല്ലാത്ത ഒരു സംഗതിയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിക്കുന്നത്. സഹോദരിമാർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊന്ന്, നബി എപ്പോഴും ആളുകളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. അത് എല്ലാ കാര്യങ്ങളിലും നബി ആളുകൾക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയത്, മടുപ്പുണ്ടാക്കാറില്ല. പ്രബോധകന്മാരെയൊക്കെ പറഞ്ഞേക്കുമ്പോ നബി പറയാറുണ്ട്, ബശ്ശിറൂ വലാ തുനഫിറൂ. നിങ്ങൾ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം, ആളുകളെ മടുപ്പിക്കരുത്. അത് എന്റെ വാക്കുകൊണ്ട്, എന്റെ നിലപാടുകൊണ്ട്, എന്റെ ഒരു വാചകം കൊണ്ട്, എന്റെ ഒരു സമീപനം കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഈ ദീന് വിട്ടു പോകാൻ, തൗഹീദിൽ നിന്ന് അകന്നു പോകാൻ അതൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഓന്റെ കാര്യമില്ലേ, ഓൻ നോക്കണ്ടേ, ഓൻക്കല്ലതിൽ നിന്നാ ഗുണം, അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല. ഉണ്ടാവും, അങ്ങനെയൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞാൻ ചിന്തിക്കണം എപ്പോഴും എന്റെ പെരുമാറ്റം മറ്റുള്ളവന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നുണ്ടോ. എല്ലാ കാര്യവും നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകി, ജനങ്ങളെ മടുപ്പിക്കരുത്. നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കണം, നിങ്ങൾ ജനങ്ങളെ പ്രയാസപ്പെടുത്തരുത്. നബിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇതാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണോ സഹാബിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങളെ കൊണ്ട് നമസ്കരിക്കും. അദ്ദേഹം ദീർഘമായി ഒരുപാട് ദീർഘിച്ചോതും, ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും. ഇത് കേട്ടപ്പോ പറഞ്ഞെന്നറിയോ, അൻത ഫത്താൻ. ആ ഇമാമിനോട് പറഞ്ഞു, നീ കുഴപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു, നമ്മള് ഈ ഇദാജാഇം കുല്ലല്ലാഹും കൊണ്ട് നിർത്തണമെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമാന്യം വലുപ്പമുള്ള ആയത്തൊക്കെ തന്നെയാണ് മഗ്രിബിനും ഇശാഇനും സുബ്ഹിനും കൂടുതൽ ദീർഘിച്ചോതിയിരുന്നതാണ്. എന്നാൽ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പിന്നിൽ നിൽക്കുന്ന പ്രായമുള്ളവർ അങ്ങനെയൊന്നും പരിഗണിക്കാതെ വളരെ ദീർഘിച്ചോതുന്നവരെ കുറിച്ച് പറയണം. നീ കുഴപ്പക്കാരനാണ്. എന്തുകൊണ്ടാ തറാവീഹ് നബി നിർത്തിവെച്ചത്? 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നമസ്കരിച്ചത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെച്ചു. എന്താ കാരണം? നബി പറഞ്ഞത്, ഞാനിത് സ്ഥിരമാക്കിയാൽ എല്ലാവരും കൂടെ എന്റെ കൂടെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഇത് ഫർളാക്കിയാലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. അപ്പോ എല്ലാ ദിവസവും തറാവീഹ് നമസ്കാരം ഫർളാക്കുകയാണെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ചു. അത് നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബി വേഗത നിർത്തിവെച്ചു, ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കാൻ തുടങ്ങി. എപ്പോഴും ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്നതിനെ നബി സല്ലല്ലാഹു കാന യഖാഫു അൻ യുസഖില അലാ ഉമ്മത്തിഹി വയുഹിബ്ബു മാ യുഖഫഫു അൻഹും. ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കപ്പെടുന്നതിനെയാണ് നബി ഇഷ്ടപ്പെട്ടിരുന്നത്, പ്രയാസമുണ്ടാക്കുന്നതിന് ഒരിക്കലും നബി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ആളുകളോട് സംസാരിക്കുമ്പോൾ, ദഅവത്ത് നടത്തുമ്പോൾ, പ്രബോധനം നടത്തുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, കുട്ടികളെ ദീന് പകർന്നു കൊടുക്കുമ്പോൾ, അല്ലെ, കുട്ടികളോട് നിസ്കരിക്കാൻ പറയുമ്പോൾ, നാളെ ഒരാൾ പറയണ്ടായി, സുബഹി ജമാഅത്തിന് കുട്ടിയെ കൊണ്ടുവന്ന് കുട്ടി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രയാസപ്പെട്ട് പള്ളിക്ക് വരുമ്പോ വാപ്പ ഓനെ പിടിച്ച് വലിച്ച് സഫിൽ നിർത്തിയാറ്. 7-8 വയസ്സായ കുട്ടി. ആ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് മാതൃകാപരമാണ്. പക്ഷെ അവസ്ഥകളെ നമ്മൾ പരിഗണിക്കണം. പിന്നെ കുട്ടികൾക്ക് പള്ളിയെന്ന് കേട്ട ആ ചിന്തക്കാരെ ഓർമ്മയിൽ വരിക, അതേക്കാരം മനസ്സിൽ വരിക. പിന്നെ പള്ളിക്ക് വരാനേ മടിയായിരിക്കും. പള്ളി തന്നെ ഒരു എന്താ പറയാ, പേടിയുടെ ചിത്രമായി മാറും. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും, പിന്നെ നമ്മുടെ കൂടെ നമസ്കാരം ശീലിപ്പിക്കുമ്പോൾ അല്ലാത്ത കാര്യങ്ങൾ പറയും. കുട്ടികളിൽ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തുന്നു. ഒക്കെ അവർക്ക് സന്തോഷ വാർത്തയാണ് നൽകേണ്ടത്, അവർക്ക് എളുപ്പമാണ് കൊടുക്കേണ്ടത്. നമ്മൾ ദഅവാ രംഗത്ത് ആളുകളോട് ദീന് സംസാരിക്കുമ്പോൾ എളുപ്പമുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്.
പ്രയാസപ്പെടുത്താൻ പാടില്ല. ഖുർആനിന്റെ ശൈലി തന്നെ അങ്ങനെയല്ലേ? നരകത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഖുർആൻ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു. എവിടെ നരകം പറയുന്നു അവിടെയൊക്കെ ഖുർആൻ സ്വർഗം പറയും. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചാണ് ഖുർആൻ സംസാരിച്ചത്. ഭയപ്പെടുത്തുക അല്ല വിശ്വാസികളെ ചെയ്തത്, ഭയപ്പെടുത്തേണ്ടത് ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഭയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. എന്താ? ആളുകൾ പ്രയാസപ്പെട്ട് വിശപ്പ് സഹിച്ച് ഖന്തക്ക് ഇങ്ങനെ കുഴിക്കുമ്പോ വിശപ്പ് വയറിൽ കല്ല് കെട്ടിവെച്ച് കല്ല് പൊട്ടിക്കാൻ കഴിയാതെ വരുമ്പോ നബി പറഞ്ഞെന്താ? ഞാനിതാ കിസ്രയുടെ കൊട്ടാരം കാണുന്നതാണ്, ഞാനിതാ കൈസറിന്റെ കൊട്ടാരം കാണുന്നതാണ്. ഇതൊക്കെ നമുക്ക് കീഴ്പ്പെടുത്തപ്പെടുന്ന ഒരു നാട് വരാനുണ്ട്. പ്രതീക്ഷയാണ് കൊടുത്തത് പ്രവാചകൻ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ആരാധനകളിൽ ആളുകളെ മടുപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ സന്തോഷവാർത്ത പകർന്നു കൊടുത്ത് എളുപ്പമുണ്ടാക്കുന്ന ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയദഉൽ അമല യുഹിബ്ബു അൻ യഅമല ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള ചില കർമ്മങ്ങൾ പോലും നബി വേണ്ടാന്ന് വെച്ചു. നബിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ചില ആരാധനകൾ നബി വേണ്ടാന്ന് വെച്ചു. എന്തിനറിയോ? നബി പേടിച്ചു, ഞാൻ ചെയ്യുന്ന ആൾക്കാരെല്ലാരും കൂടി ചെയ്യും, പിന്നെ അവർക്ക് അത് ഫർദായി മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. വേറെ നോക്കൂ സഹോദരങ്ങളെ, നബി നമസ്കാരത്തിലൂടെ അബ്ദുൻ ഷക്കൂറാകാൻ വേണ്ടി പരിശ്രമിച്ചു. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ത്യാഗം അനുഭവിച്ച് വലിയ ദീർഘമായി നമസ്കരിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സന്ദർഭങ്ങൾ കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് രണ്ടാളുകൾ, ഉമർ അള്ളാഹിന്റെ ഒരു പേരക്കുട്ടിയും മറ്റൊരാളും കൂടി വരികയാണ്. അവിടെ ചോദിക്കാൻ, നബിയുടെ ഉമ്മയാണ് ആയിഷ ബീവി, നബിയുടെ ഭാര്യയാണ് ആയിഷ ബീവി, നമ്മുടെ ഉമ്മയാണ്. ഉമ്മാനെ കാണാൻ എന്ന നിലയ്ക്ക് സ്വഹാബിമാര് വരികയാണ്. ചോദിക്കാണ്, ഉമ്മ എന്താണ് നിങ്ങളുടെ വിശേഷം? ആയിഷ ബീവി ചോദിക്കും, നിങ്ങൾ എന്താ എന്നെ ഇടക്കിടക്ക് സന്ദർശിക്കാത്തത്? അവർ ചോദിച്ചു, എന്താണ് പ്രവാചകനിൽ അങ്ങ് ഉമ്മ കണ്ട ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഏറ്റവും അത്ഭുതമുള്ള ഒരു കാര്യം എന്തായിരുന്നു? ആയിഷ ബീവി പറഞ്ഞു, നബിയുടെ ജീവിതം മുഴുവൻ അത്ഭുതമായിരുന്നു, ഇവിടെ ഹയാത്ത് മുഴുവൻ അജബായിരുന്നു, അത്ഭുതമായിരുന്നു. എന്നിട്ട് ഒരു രാത്രിയെ കുറിച്ച് ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞു. ഒരു രാത്രി അന്ന് എനിക്ക് നീക്കി വെച്ചത്, ഇവിടെ ഭാര്യമാരിൽ ദിവസങ്ങൾ വീതം വെക്കുമ്പോ എനിക്ക് വീതിച്ച ദിവസമായിരുന്നു. നബിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നബി ആയിഷ, നീ ഇന്നത്തെ ദിവസം എന്നെ ആരാധനയ്ക്ക് വേണ്ടി എന്നെ ഒഴിവാക്കി തരികയാണെങ്കിൽ എനിക്കത് വലിയ സന്തോഷമാണ്. ആയിഷ ബീവി പറഞ്ഞു, നബിയെ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അങ്ങ് ആരാധനയ്ക്ക് വേണ്ടി ഇന്നത്തെ രാത്രി മാറ്റി വെക്കുകയാണെങ്കിൽ അതെനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നു, നമസ്കരിക്കാൻ തുടങ്ങി. നബി ദീർഘമായി ഖുർആൻ ഓതി. നബി കരഞ്ഞു. ഹത്താ ബല്ല ലിഹയതഹു. പ്രവാചകൻ കരഞ്ഞ് കരഞ്ഞ് താടിരോമങ്ങൾ നനഞ്ഞു. നബി റുകൂഅ് ചെയ്തു. സുമ്മ ബകാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടിരുന്നു. സുമ്മ സജദ ഫബകാ. പിന്നെ പ്രവാചകൻ സുജൂദ് ചെയ്തു. ദീർഘമായ സുജൂദാണ്. എത്ര? ഹത്താ ബല്ലൽ അർള്. നബിയുടെ സുജൂദ് വെച്ചിരുന്ന സ്ഥലത്തെ മണ്ണ് നനഞ്ഞു. പ്രവാചകന്റെ കണ്ണുനീർ കുതിർന്നുകൊണ്ട്, കണ്ണുനീരുകൊണ്ട് മണ്ണ് നനഞ്ഞുപോയി. ദീർഘമായ സമയം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു. വീണ്ടും കരയാണ്, വീണ്ടും എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മയുബിക്കിക യാ റസൂലല്ലാഹ്, ഖദ് ഗഫറല്ലാഹു ലക മാ ഖദ്ദമ വമാ തഅഖർ. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകരെ, എന്തിനു കരയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ വാചകം, അഫല അകൂന അബ്ദൻ ശകൂറൻ യാ ബിലാൽ. ബിലാലേ, എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? ആയിഷ ബീവി നബിയുടെ കാലിൽ നീര് വന്ന് രാത്രി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നബിയെ, എന്തിനാ അങ്ങനെ പ്രയാസപ്പെടുന്നത്? നബി പറഞ്ഞു, അഫല അകൂന അബ്ദൻ ശകൂറൻ യാ ആയിഷ. ആയിഷ, എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ, ഇന്നലെ ഒരു ആയത്ത് എനിക്കിറങ്ങി. ആയത്ത് ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന്, അത് ഓതിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശം. ഏതാണല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വലാ ജുനൂബിഹിം എന്നൊക്കെ തുടങ്ങുന്ന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് എന്നൊക്കെ പറയുന്ന ആ ആയത്തുകൾ ആലംബരല്ല ആയത്ത് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു. എന്ന് പറഞ്ഞു, ഈ ആയത്ത് കേട്ട് അത് ഓതിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശം. ആ ആയത്ത് കേട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ ദീർഘമായ സമയം കരഞ്ഞ് 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 നമസ്കരിക്കുന്നത്. എന്തിനു വേണ്ടി? അഫല അകൂന അബ്ദൻ ശകൂറ. നമസ്കാരത്തിലൂടെ നന്ദിയുള്ള അടിമയാകാൻ വേണ്ടി.
അള്ളാഹുവിനോട് നന്ദിയുടെ അടിമയാകാൻ വേണ്ടി. അതിന് ഏറ്റവും നല്ല കാര്യമാണ് നമസ്കാരം എന്നത്, രാത്രി നമസ്കാരം എന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊക്കെ പിൻപറ്റി പ്രവാചകന്റെ ജീവിതത്തിൽ ഇതൊക്കെ പഠിച്ച്, നബിയുടെ ആരാധനകളിലെ ഇഷ്ടം പഠിച്ച്, പ്രവാചകന്റെ മുആമലാത്തുകൾ പഠിച്ച്, പ്രവാചകന്റെ സംസാരങ്ങൾ പഠിച്ച്. എത്ര പ്രവാചകന്റെ സീറകളാണ്, ചരിത്ര ഗ്രന്ഥങ്ങളാണ്. നബിയുടെ വസ്ത്രം, നബിയുടെ നടത്തം, നബിയുടെ ചിരി, നബിയുടെ മുടി എല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹാബത്ത് അതിങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ഇതൊക്കെ നമ്മൾ പഠിക്കാനാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. അതിനെയാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. ഒരാൾ വുളൂ ചെയ്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അയാൾ നബിയെ സ്നേഹിക്കുന്നുണ്ട്. അത് പ്രവാചക സ്നേഹം. അയാൾ ചെരുപ്പിടുമ്പോ വലതുകാൽ ആദ്യം ധരിക്കുന്നുവെങ്കിൽ, ചെരുപ്പഴിക്കുമ്പോ ഇടതുകാൽ ആദ്യം അഴിക്കുന്നുവെങ്കിൽ അയാൾ നബിയെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് പ്രവാചക സ്നേഹം. മുടി ചീകുമ്പോ വലതുഭാഗം ആദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നബി അങ്ങനെയായിരുന്നു. അത് പ്രവാചക സ്നേഹമാണ്. അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറയണമെങ്കിൽ നബിനെ സ്നേഹിക്കുന്നു അയാൾ. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അൽദി അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നബിനെ സ്നേഹിക്കുന്ന ആളാണ്. പ്രവാചക സ്നേഹം ഒരു മാസത്തിലോ ദിവസത്തിലല്ല. പ്രവാചക സ്നേഹം എല്ലായിടത്തുണ്ട്. പള്ളിയിൽ ഇങ്ങനെ വന്ന് ഒന്നാമത്തെ സഫ് പൂർത്തിയാക്കിയിരിക്കാൻ ഞാൻ കുറെ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എസിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ചാരിയിരിക്കാൻ കഴിയാത്തവരുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്. ഒന്നാമത്തെ സഫ് പൂർത്തീകരിക്കാൻ നമ്മളൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ പള്ളിയിലെ പ്രവാചക സ്നേഹം അതാണ്. പള്ളിക്ക് കയറുമ്പോ വലത് കാൽ ആദ്യം വെക്കുന്നുണ്ടെങ്കിൽ പള്ളിയിലെ പ്രവാചക സ്നേഹം അതാണ്. പള്ളിയിലെ പ്രവാചക സ്നേഹത അല്ലേ? ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രവാചക സ്നേഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അടുക്കളയിൽ പോയാൽ അവിടെ പ്രവാചക സ്നേഹമുണ്ട്. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം, പാത്രത്തിന്റെ മേലെ ബിസ്മില്ലാ എന്ന് പറഞ്ഞ പാത്രം മൂടി വെച്ചാൽ റസൂൽ പഠിപ്പിച്ചതാ, അത് പ്രവാചക സ്നേഹ. പാത്രം മൂടാൻ പാത്രം ഇല്ലെങ്കിൽ നമ്മളെ കാലല്ലോ ഒന്നും ഉണ്ടാവില്ല, ഒരു വടി മേലെ വെച്ചാൽ മതി. നബിനെ സ്നേഹിക്കാം. രാത്രി ഉറങ്ങാൻ പോകുമ്പോ വാതിലടക്കുമ്പോ ബിസ്മില്ലാന്ന് വാതിലടച്ചാൽ അയാൾ നബിനെ സ്നേഹിക്കുന്നവനാ. നമ്മുടെ റബീഉൽ അവ്വലിലല്ല പ്രവാചക സ്നേഹം, അതിൽ മാത്രം നിൽക്കുന്നതല്ല. അത് നബിദിനാഘോഷവുമല്ല, അത് പ്രവാചക നിന്നയാണ്. പ്രവാചക നിന്നയാണ്. നബി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതാണ്. നബി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതാണ്. നബി സ്നേഹം എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നിടത്തുണ്ട്, മുടി ചീകുന്നിടത്തുണ്ട്, ഉതുടുക്കുന്നിടത്തുണ്ട്, നിസ്കരിക്കുന്നിടത്തുണ്ട്, ഉറങ്ങാൻ കിടക്കുന്നിടത്തുണ്ട്, വാഹനത്തിൽ കയറുന്നിടത്തുണ്ട്, എല്ലായിടത്തുമുണ്ട്. തുപ്പുമ്പോ ഇടതുഭാഗത്തേക്ക് തുപ്പിയാൽ അത് പ്രവാചക സ്നേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനാ നിലക്ക് പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിച്ച് അത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുന്നതിന്റെ അനിവാര്യതയെ, ആവശ്യകതയെക്കുറിച്ചാണ്, അതിന്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സംസാരത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ പലപ്പോഴും അനുകരിക്കപ്പെടുന്ന മാതൃക മറ്റു പലരുമാകുന്നു എന്നതാണ് നമുക്ക് സംഭവിക്കുന്ന ദുരന്തം. നമ്മുടെ ആളുകൾ ആരെയാണ് അനുകരിക്കുന്നത്? അതിവിടുത്തെ ഒരുപക്ഷെ സിനിമാ രംഗത്തുള്ള ആളുകളാകും, ചിലപ്പോൾ കായിക മേഖലകളിലുള്ള ഫുട്ബോളോ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കായിക രംഗത്തുള്ള ആളുകളാകും, അതല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ അത് അത്ര കാണാറില്ല. അല്ലെങ്കിൽ പൊതുവിൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മറ്റിപ്പോ സിനിമയും മറ്റതിനേക്കാൾ കൂടുതൽ യൂട്യൂബ് ചാനലുകളും വ്ളോഗർമാരും യൂട്യൂബർമാരൊക്കെ അവരെയൊക്കെയാണ് അനുകരിക്കുന്നത്. അത് ഒരു വിശ്വാസിയുടെ രീതിയല്ല. നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, കുറച്ചൊക്കെ മതരംഗത്ത് ശ്രദ്ധിക്കുന്ന ആളുകൾ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ വേഷവിധാനങ്ങളിൽ, ഹെയർ സ്റ്റൈലുകളിൽ എല്ലാം അവിടൊക്കെ നബിയുടെ അധ്യാപനങ്ങളുണ്ട്. അതാണ് നമ്മൾ പാലിക്കേണ്ടത്.
നമ്മുടെ ജീവിത ശൈലി ആരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ നടപ്പിലാക്കേണ്ടത്? പ്രവാചകന്റേതാണ്. അല്ലാത്തതിലൊക്കെ വലിയ ചാബല്യങ്ങളുണ്ട്, അപജയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള ആളുകൾ അവിടെ എന്താ നടക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ കേട്ട. ഞാൻ ആ വിഷയം പറയാനല്ല, ഏറ്റവും വൃത്തികെട്ട ഒരു മേഖലയാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിങ്ങനെ ശരിക്ക് അവര് തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി. ഇവിടെ ആളുകളെ മുഴുവൻ മതത്തിന്റെ പുറത്ത് കടത്താൻ വേണ്ടി, മതത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടി ഏറ്റവും അധികം പണിയെടുക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോ പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ പഠിക്കുക, പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുക, അതിന് പരിശ്രമിക്കുക. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യം. അത് വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെയുള്ള ആളുകളുമായി നമ്മൾ സഹവസിക്കുമ്പോഴേ നമുക്കത് പറ്റുള്ളൂ. ചിലപ്പോ കുറെ കാലം നല്ല ദീനിയായി എല്ലാ ഇസ്ലാമിന്റെ ഷിയാറുകളൊക്കെ ജീവിതത്തിൽ പാലിച്ച ആളുകൾ കുറച്ച് കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടി, അവിടെ കുറെ സുഹൃത്തുക്കളും അവിടെ കുറെ ബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ ലൈഫ് സ്റ്റൈലും മാറും. അതൊരു വിശ്വാസിയുടെ രീതിയല്ല. നമ്മളെല്ലായിടത്തും മുഹമ്മദ് നബിയുടെ അനുയായിയാണ്. നമ്മുടെ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ നടപ്പിലാക്കാൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. ഖുർആനാ പറയുന്നത്, പ്രവാചകനെ പിന്തുടരുക, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ദീന് അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ധാരാളം ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. മുമ്പ് നമ്മുടെ ഈ മിമ്പറിൽ തന്നെ പല ആളുകളുടെയും പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി, നമ്മുടെ പള്ളിക്കായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരന്റെ ഒരു മോള് 13 വയസ്സായ കുട്ടി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രയാസകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രാർത്ഥനക്കപ്പുറം നമ്മുടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അള്ളാഹു മോൾക്കും മറ്റു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു വേഗത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നമുക്കിടയിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അവർക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.